കുറവലങ്ങാട് വലിയ തോട് സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി നടന്നുവരുന്ന ജനകീയ സമരത്തിന് പിന്തുണ നൽകുമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ കുറവലങ്ങാട് വലിയ തോട് കയ്യേറി നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായും പൂർണ്ണമായും നിർത്തിവെക്കുകയാണ് വേണ്ടതെന്നും ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി വലിയ തോട് കയ്യേറി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് ആവശ്യമെന്നും ബി.ജെ.പി. സംസ്ഥാന നേതാവ് വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ കെ. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. പ്രവർത്തകർ സന്ദർശിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ബി.ജെ.പി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി.പി. ജയപ്രകാശ്, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.ബി. ബാബു, ബി.ജെ.പി. ജില്ലാ ട്രഷറർ എ. ഹരികൃഷ്ണൻ, നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം രാജേഷ് കുരിനാട് എന്നിവരും ജനറൽ സെക്രട്ടറിയോടൊപ്പം എത്തിയിരുന്നു. അല്ല, ഇതാദ്യം പ്രാദേശികമായിട്ട് പുറത്തേക്ക് വരണം. നമ്മളെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇതില്ല. നമ്മളെന്തായാലും സഹകരിക്കും. നമ്മളിപ്പോൾ ആറന്മുളയായാലും മറ്റേ ടോളിൻ്റെ ഒക്കെ ആയാലും എല്ലാ സ്ഥലത്തും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ ഇവിടെ സമരം ഉയർന്നു വരണം, ജനങ്ങളെല്ലാം സംഘടിപ്പിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വലിയ ബഹുജന കൺവെൻഷൻ വിളിക്കണം. മറ്റെല്ലാ പരിസ്ഥിതി പ്രവർത്തകരെയും അതുപോലത്തെ രാഷ്ട്രീയക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം. അതൊക്കെ ഞാൻ സഹായിക്കാം, കുറച്ച് ശക്തമായിട്ടില്ല. കാരണം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ബന്ധത്തിന് അതീതമായിട്ട് ഇതിൽ വരേണ്ടത്. എല്ലാ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരും ഇതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു വലിയൊരു ബഹുജന സമ്മേളനം വിളിച്ചു കൊടുക്കും. ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ജലസ്രോതസ്സുകളെ ഒരു മുതലാളിക്ക് വേണ്ടിയിട്ട് കൊട്ടിയടക്കിയാണ്. എല്ലാ മാനദണ്ഡങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന തോട് പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് കെട്ടിയെടുക്കുകയാണ്. മാത്രമല്ല ജലസ്രോതസ്സിനെ വഴിതിരിച്ചു വിടുകയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ സാമ്പത്തിക മാഫിയ ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുടിവെള്ളം മാത്രമല്ല, ഇവിടുത്തെ കൃഷി പിന്നെ പലതിനെയും ഇത് ബാധിക്കും. ഈ പഞ്ചായത്തിലെ ജനജീവിതത്തെ തന്നെ ഇത് പുസ്തകമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യത്തിൽ അധികാരികൾ രംഗത്ത് നടപടിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു